മലയാളം കമ്പ്യൂട്ടിംഗ് ക്ലാസ് 2 എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ് 2 നമ്മൾ നോക്കാൻ പോകുന്ന 2 ടോപ്പിക്കാണ് ആസ്കിയും യൂണിക്കോഡ്. അതിലാദ്യം നമുക്ക് ആസ്കി നോക്കാം. ആസ്കി എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. It is an industry standard code developed by American National Standards Institute (ANSI) in 1963. കമ്പ്യൂട്ടർ യൂസേഴ്സിന് വേണ്ടി അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് 1963 ഡെവലപ്പ് ചെയ്ത ഒരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് കോഡാണ് നമ്മൾ ആസ്കി എന്ന് പറയുന്നത്, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. ഇത് മെയിനായിട്ട് ഡെവലപ്പ് ചെയ്ത വ്യക്തി റോബർട്ട് ബോബ് ബെർമർ. അതുകൊണ്ട് തന്നെ റോബർട്ട് ബോബ് ബെർമർ ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ആസ്കി. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ നമുക്ക് അടുത്തായിട്ട് കാണാം. ഈ ആസ്കി എന്തിനാ ആ കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത്? ഇപ്പം നമുക്കറിയാം, ഒരു കമ്പ്യൂട്ടറിനകത്ത് ഏത് ഡേറ്റ ആയിരുന്നാലും അതെല്ലാം നമ്മൾ ബൈനറി ഫോമിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ കൈകാര്യം ചെയ്യുന്ന പല ഡേറ്റ നോക്കിയാലും അതിനകത്ത് ബൈനറി ഫോം അല്ല. ഉദാഹരണത്തിന് ഇപ്പം നിങ്ങളുടെ പേരൊരു ഡേറ്റയാണ്, അതിനകത്ത് ആൽഫബറ്റ്സ് വരുന്നുണ്ട്. നിങ്ങളുടെ വയസ്സ് വേറെ ഡേറ്റയാണ്, അതിൽ ബൈനറി അല്ലാത്ത അരിത്തമെറ്റിക് ഡിജിറ്റ്സ് വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കറിയാം, ഒരു കമ്പ്യൂട്ടറിൻ്റെ പ്രത്യേകത, കമ്പ്യൂട്ടറിനകത്ത് എല്ലാം നമ്മൾ എപ്പോഴും എന്തോന്നായിട്ട് റെപ്രസെൻ്റ് ചെയ്യേണ്ടി വരും? ബൈനറിയായിട്ട് റെപ്രസെൻ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇപ്പം നിങ്ങൾക്കൊരു പേര് ടൈപ്പ് ചെയ്യണം കമ്പ്യൂട്ടറിൽ, നിങ്ങൾ എ എന്ന് പറഞ്ഞ കീ പ്രസ് ചെയ്തു. എ എന്ന് പറഞ്ഞ കീ പ്രസ് ചെയ്യുമ്പം അകത്ത് എ ആയിട്ടല്ല പോകുന്നത്, എക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു ബൈനറി ഉണ്ടാവും. അപ്പം ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് കമ്പ്യൂട്ടറിൻ്റെ അകത്തോട്ട് പോകുമ്പോഴും നമ്മൾ ഏത് ക്യാരക്ടറാണോ ടൈപ്പ് ചെയ്യുന്നത് അതിനെ ബൈനറി ആക്കണം. അതേപോലെ ഔട്ട്പുട്ട് ഡിവൈസ് ചെല്ലുമ്പോഴും ഇതിനെ തിരിച്ച് ക്യാരക്ടർ ഫോം ആക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കീബോർഡിൽ എ എന്നുള്ള കീ പ്രസ് ചെയ്തു, നിങ്ങൾക്ക് അപ്പോൾ തന്നെ മോണിറ്ററിൽ എന്ന് കാണാൻ പറ്റും. പക്ഷേ കീബോർഡിൽ നിന്ന് കമ്പ്യൂട്ടറിൽ അകത്തോട്ട് പോകുമ്പോൾ ഇത് ബൈനറി ആയി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മോണിറ്ററിൽ ബൈനറി ആയിട്ട് കാണിച്ചാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പം ഔട്ട്പുട്ട് ഡിവൈസായ മോണിറ്ററിൽ കാണിക്കുമ്പോൾ അത് ക്യാരക്ടർ ഫോമിൽ കാണിക്കണം. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൺവേർഷൻ ആവശ്യമുണ്ട്. ഇതിന് ഈ ഒരു കോഡിംഗ് സിസ്റ്റത്തിന് വേണ്ടിയാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? ആസ്കി എന്ന് പറഞ്ഞ യൂസ് ചെയ്യുന്നത്. If computers operate in binary, then how are letters and words represented? അതാണ് ഇവിടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രോബ്ലം. കമ്പ്യൂട്ടറിൻ്റെ ബൈനറി മാത്രമേ അറിയാവൂ, അല്ലെങ്കിൽ സീറോസും ഒന്നും മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ലെറ്റേഴ്സും വേർഡ്സും ഒക്കെ യൂസ് ചെയ്യും. അപ്പം അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ ഈ ലെറ്റേഴ്സും വേർഡ്സും ഒക്കെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം കമ്പ്യൂട്ടറിൽ? അതിനുള്ള ഒരു കോഡിംഗ് സിസ്റ്റം ആണ് ഈ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് എന്ന് പറയുന്നത്, ആസ്കി. To do this, numbers are assigned to characters. This is known as character encoding. അപ്പം കമ്പ്യൂട്ടറിന് ഒരിക്കലും ക്യാരക്ടേഴ്സിന് അതേപോലെ ഡീൽ ചെയ്യാൻ പറ്റില്ല, അതിന് നമ്പർ ഫോമിൽ ഡീൽ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഈ ആസ്കി കോഡിംഗ് മെക്കാനിസം അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ കോഡിംഗ് മെക്കാനിസത്തിൽ ക്യാരക്ടർ ആണെങ്കിലും ഓരോ ക്യാരക്ടറിനും പ്രത്യേകം നമ്പർ അലോട്ട് ചെയ്യും. സ്വപ്പം കൂടെ സ്പെസിഫിക്കായിട്ട് പറഞ്ഞാൽ ബൈനറി നമ്പർ അലോട്ട് ചെയ്യും. അപ്പം ബൈനറി നമ്പർ അലോട്ട് ചെയ്യുമ്പം അത് കമ്പ്യൂട്ടറിന് ഡീൽ ചെയ്യാൻ പറ്റും. അപ്പം ഓരോ ക്യാരക്ടറിനെ ശരിക്കും നമ്പർ ഫോം അല്ലാതെ, ന്യൂമറിക്കൽ ഫോം അല്ലാത്തതിനെ ക്യാരക്ടേഴ്സിനെ നമ്മൾ നമ്പേഴ്സ് അസൈൻ ചെയ്യും. ഇങ്ങനെ നമ്പേഴ്സ് അസൈൻ ചെയ്യുന്ന പ്രക്രിയയ്ക്കാണ് നമ്മൾ ക്യാരക്ടർ എൻകോഡിംഗ് എന്ന് പറയുന്നത്. ASCII was created as one of the first character encoding standards for computers. അപ്പം കമ്പ്യൂട്ടറിൽ ഇതേപോലെ ക്യാരക്ടർ എൻകോഡിംഗ് ചെയ്യാൻ വേണ്ടി ഒരു ഡെവലപ്പ് ചെയ്ത ഒരു ആദ്യത്തെ ഒരു സ്റ്റാൻഡേർഡാണ് ഈ ആസ്കി എന്ന് പറയുന്നത്. At first, it was a 7-bit code for representing 128 English characters as numbers, with each letter assigned a number from 0 to 127. ആദ്യമായിട്ട് ആസ്കി വന്നപ്പം അത് 7-bit കോഡായിരുന്നു.
എന്ന് പറഞ്ഞാൽ ഓരോ ക്യാരക്ടറിനും 7 ബിറ്റ്. അപ്പം അങ്ങനെ വരുമ്പം 128 ക്യാരക്ടേഴ്സ് വരെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. 128 പറഞ്ഞാൽ 0 മുതൽ 127 വരെ. അപ്പം ആദ്യം ഡെവലപ്പ് ചെയ്ത ആസ്കി 7 ബിറ്റ് കോഡായിരുന്നു. എന്ന് പറഞ്ഞാൽ ഏത് ക്യാരക്ടറിനും നമ്മൾ നേരത്തെ പറഞ്ഞു ഏത് ക്യാരക്ടറിനും ഒരു ബൈനറി ഉണ്ടെന്ന് പറഞ്ഞു. ആ ബൈനറിയിൽ എത്ര ബിറ്റ് കാണുമായിരുന്നു? 7 ബിറ്റ് കാണുമായിരുന്നു. പിന്നെ അത് റിവൈസ് ചെയ്തു. ആസ്കി റിവൈസ് ചെയ്തപ്പോൾ ഒരു ബിറ്റും കൂടെ ആഡ് ചെയ്ത് 7 ബിറ്റ് എന്നുള്ളത് 8 ബിറ്റാക്കി. അങ്ങനെ വന്നപ്പം നേരത്തെ 7 ബിറ്റ് ആയിരുന്നപ്പം 128 ഇംഗ്ലീഷ് ക്യാരക്ടേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാമായിരുന്നു. ആ 128 എന്നുള്ളത് ഇവിടെ എന്ത് ചെയ്തു? ഡബിൾ ചെയ്ത് 256 ക്യാരക്ടേഴ്സ് അവിടെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് 8 ബിറ്റ് ആസ്കി കോഡാണ് ഇപ്പം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ASCII is used as a method to give all computers the same language, allowing them to share documents and files. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു കമ്പ്യൂട്ടറിന് അടിസ്ഥാനമായിട്ട് ബൈനറി ലാംഗ്വേജ് മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ ആസ്കി ഫോം യൂസ് ചെയ്യുമ്പം ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡർഡൈസേഷൻ നമുക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റും. എന്ന് പറഞ്ഞാൽ എല്ലാ കമ്പ്യൂട്ടറും സെയിം ലാംഗ്വേജ് യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് മാനുഫാക്ചറേഴ്സ് യൂസ് ചെയ്ത ഡിഫറെൻറ്റ് കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ നമുക്ക് ഡോക്യുമെൻറ്റ്സും ഫയൽസും ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. Computers use ASCII codes to represent text, which make it possible to transfer data from one computer to another. അപ്പം ASCII കോഡ് നമ്മൾ നേരത്തെ പറഞ്ഞു ക്യാരക്ടർ ബൈനറി അല്ലാത്ത ഫോമിലുള്ള ക്യാരക്ടറിനെ കമ്പ്യൂട്ടറിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആസ്കി. അതുകൊണ്ട് തന്നെ ആസ്കി അടിസ്ഥാനപരമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഏതിനെയാണ്? ടെക്സ്റ്റിനെയാണ്. ഇപ്പം നമുക്ക് എ എന്ന് പറഞ്ഞൊരു കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ട്, ബി എന്ന് പറഞ്ഞ വേറെ കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ട്. എയും ബിയും ആസ്കി കോഡിംഗ് സിസ്റ്റം കോമൺ ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ എയിൽ നിന്ന് ഒരു ഫയൽ നമുക്ക് ബിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു കുഴപ്പവും അതുകൊണ്ടുണ്ടാവില്ല. എയിൽ ആ ഫയൽ എങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റി അതേപോലെയൊക്കെ ആ ഫയൽ നമുക്ക് എവിടെ യൂസ് ചെയ്യാൻ പറ്റും? ബിയിൽ യൂസ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറെ കമ്പ്യൂട്ടറിലോട്ട് ഡേറ്റ സക്സസ്ഫുള്ളായിട്ട് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ നമുക്കിത് ഈ കോഡിംഗ് സിസ്റ്റം നമുക്ക് യൂസ് ചെയ്യാം. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന ഈ ആസ്കി ടേബിൾ. ഇതാണ് ആസ്കി ടേബിൾ. അതിനകത്ത് 3 കോളം ഉണ്ട്. ഡെസിമൽ ഉണ്ട്, ഹെക്സാഡെസിമൽ ഡിജിറ്റ് ഉണ്ട്, ക്യാരക്ടർ ഉണ്ട്. ഇതിൽ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട ഇംഗ്ലീഷ് ക്യാരക്ടേഴ്സ് ആണ്. നിങ്ങൾക്കറിയാൻ കണ്ടോ? മൂന്നാമത്തെ കോളത്തിൽ ABCD ക്യാപിറ്റൽ എ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ഇസഡ് വരെ ആവുന്നു. അത് കഴിഞ്ഞ് 4ാമത്തെ കോളത്തിൽ സ്മോൾ എ മുതൽ ഇസഡ് വരെ. ആ ഓരോ ഫോർ എക്സാമ്പിൾ ഇവിടെ ക്യാപിറ്റൽ എയുടെ നോക്കി കഴിഞ്ഞാൽ ഡെസിമലിൽ ആസ്കി ടേബിളിൽ ഡെസിമലിൽ അതിൻ്റെ വാല്യൂ 65ആണ്, ഹെക്സാഡെസിമൽ 41. ക്യാപിറ്റൽ ബിക്ക് ഇപ്പം കണ്ടിന്യൂസ് വാല്യൂസ് ആണ്. ക്യാപിറ്റൽ എക്ക് ഡെസിമലിൽ 65 ആണെങ്കിൽ ക്യാപിറ്റൽ ബിക്ക് ഡെസിമലിൽ 66, ക്യാപിറ്റൽ സിക്ക് ഡെസിമലിൽ 67. അതേപോലെ ക്യാപിറ്റൽ എക്ക് ഹെക്സാഡെസിമൽ 41 ആണെങ്കിൽ ക്യാപിറ്റൽ ബിക്ക് 42, ക്യാപിറ്റൽ സിക്ക് 43. അതേപോലെ സ്മോൾ ലെറ്റേഴ്സിലും കണ്ടിന്യൂസ് ആയിട്ടാണ് വാല്യൂ വരുന്നത്. ഈ ടേബിൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഈ ക്യാരക്ടേഴ്സ് നമ്മൾ ആൽഫബറ്റ്സ് എന്ന് പറഞ്ഞാൽ ആൽഫബറ്റ്സ് മാത്രമല്ല, നമുക്കറിയാം കീബോർഡിൽ ആൽഫബറ്റ്സ് കൂടാതെ 0 മുതൽ 9 വരെ അക്കങ്ങളുണ്ട്, കോളൻ ഉണ്ട്, സെമിക്കോളൻ ഉണ്ട്, ലെസ് ദാൻ ഉണ്ട്, ഈക്വൽ ടു ഉണ്ട്, ഗ്രേറ്റർ ദാൻ ഉണ്ട്, ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. ഇതിനെല്ലാം ഓരോരോ വാല്യൂസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ അത് മാത്രമല്ല കമ്പ്യൂട്ടറിലെ ബാക്കിയുള്ള സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, എക്സ്ക്ലമേഷൻ മാർക്ക്, കോഡ്സ്, ഹാഷ് സിമ്പിൾ, ഡോളർ, പെർസെൻറ്റേജ്, ആംപർസെൻറ്റ് സിമ്പിൾ, സ്പേസ്, ഡിലീറ്റ് ക്യാരക്ടർ, ടിൽഡ ക്യാരക്ടർ എല്ലാത്തിനും ഈ ആസ്കി ടേബിളിൽ കറസ്പോണ്ടിങ് കോഡുണ്ട്. അപ്പോൾ ഏത് കമ്പ്യൂട്ടർ യൂസ് ചെയ്താലും അല്ലെങ്കിൽ ഏത് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പ്യൂട്ടർ യൂസ് ചെയ്താലും ആസ്കി സിസ്റ്റമാണ് യൂസ് ചെയ്യണമെങ്കിൽ ആ എല്ലാ കമ്പ്യൂട്ടറിലും ക്യാപിറ്റൽ എയുടെ ഡെസിമൽ വാല്യൂ 65 ആയിരിക്കും, ക്യാപിറ്റൽ ബിയുടെ ഡെസിമൽ വാല്യൂ 66 ആയിരിക്കും, സ്മോൾ എയുടെ ഡെസിമൽ വാല്യൂ 97 ആയിരിക്കും, സ്മോൾ ബിയുടെ ഡെസിമൽ വാല്യൂ 98 ആയിരിക്കും. അല്ലെങ്കിൽ ഹെക്സാഡെസിമൽ ഫോമിൽ നമുക്ക് പറയാം. ഇങ്ങനെ ഒരു യൂണിഫോമിറ്റി ഏതിൽ വരുന്നുണ്ട്? ആസ്കി ടേബിളിൽ വരുന്നുണ്ട്. അടുത്ത നമുക്ക് യൂണിക്കോഡ് കോൺസെപ്റ്റ്. അടുത്ത കോൺസെപ്റ്റാണ് യൂണിക്കോഡ്. വാട്ട് ഈസ് യൂണിക്കോഡ്?
Unicode is a computer industry standard for the consistent encoding, representation, and handling of text expressed in most of the world's writing systems. കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് കമ്പ്യൂട്ടർ ഇൻഡസ്ട്രി കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയി, ഇന്റർനെറ്റ് പോലത്തെ മെക്കാനിസം വന്നു, ഒരുപാട് കമ്പ്യൂട്ടേഴ്സ് വന്നു. അപ്പോൾ കുറച്ചും കൂടി വിശാലമായ ഒരു കോഡിംഗ് സ്കീം വേണ്ടി വന്നു. കാരണം പല പല റീജിയണൽ ലാംഗ്വേജ് കമ്പ്യൂട്ടിംഗ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റീജിയണൽ ലാംഗ്വേജ് കമ്പ്യൂട്ടിംഗ് വന്നു. അപ്പം ഇംഗ്ലീഷ് ക്യാരക്ടേഴ്സ് മാത്രമല്ല ബാക്കി പല കൺട്രീസിന്റെ ക്യാരക്ടേഴ്സിൽ കൂടി റെപ്രസെന്റ് ചെയ്യേണ്ടി വന്നു. അപ്പം അതിനു വേണ്ടിയുള്ള ഒരു യൂണിവേഴ്സൽ കോഡിംഗ് സ്കീമാണ് യൂണിക്കോഡ് എന്ന് പറയുന്നത്. ഈ യൂണിക്കോഡ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള 3 ഒറിജിനൽ ഡിസൈൻ ഗോൾസ് ഉണ്ടായിരുന്നു യൂണിക്കോഡിന്. ഒന്ന്, ടു ക്രിയേറ്റ് എ യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ് ദാറ്റ് കവേർഡ് ഓൾ റൈറ്റിംഗ് സിസ്റ്റംസ്. വേൾഡിൽ പല ടൈപ്പ് കമ്പ്യൂട്ടേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ഹാർഡ്വെയർസ് ഉണ്ട്, പല ടൈപ്പ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. അതിലെല്ലാം നമുക്കിത് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റണം. അപ്പം അങ്ങനെ ഡിഫറെൻറ്റ് മാനുഫാക്ചറേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന എല്ലാ ഡിവൈസിനും കോമൺ ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനൊരു യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ് വേണം. To use uniform encoding width in which each character was encoded as a 16-bit value. അതിൽ നിന്ന് തന്നെ നമുക്കറിയാം ആസ്കിയിൽ ആദ്യം ആസ്കി ഡെവലപ്പ് ചെയ്തപ്പോൾ 7-bit ആയിരുന്നു, പിന്നെ 8-bit ആയി. പക്ഷേ ഇവിടെ ആദ്യമേ തന്നെ 16-bit ആണ്. അതുകൊണ്ട് തന്നെ ആസ്കിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പം അതിനേക്കാളും വളരെ കൂടുതൽ റേഞ്ച് ഓഫ് ക്യാരക്ടേഴ്സ് യൂണിക്കോഡിന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ 2⁻16 എത്രയാണോ വരുന്നത് അത്രയും ക്യാരക്ടേഴ്സ് അതിന് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും. To create an unambiguous encoding in which any given 16-bit value always represented the same character regardless of where it occurred in the data. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോ ക്യാരക്ടറിനും ഇവിടെ 16 ബിറ്റ് ആണ്. അപ്പം അങ്ങനെ ഒരു ക്യാരക്ടറിന് 16 ബിറ്റായ ആ ഡേറ്റ എവിടെ നിന്ന് വന്നാലും ആ ക്യാരക്ടറിന് ആ വാല്യൂ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പം മലയാള ലാംഗ്വേജിൽ ഒരു ക്യാരക്ടറിന് ആ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ വാല്യൂ ഉണ്ടെങ്കിൽ ആ ഇന്ത്യൻ കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്താലും അമേരിക്കൻ കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്താലും എവിടെ ടൈപ്പ് ചെയ്താലും അതിനൊരു യുണീക്ക് 16-bit വാല്യൂ ഉണ്ട്. അത് എവിടെ ആയിരുന്നാലും ആ വാല്യൂ മാറത്തില്ല. അപ്പം സെയിം ക്യാരക്ടറിന് എപ്പോഴും ഒരേ വാല്യൂ ആയിരിക്കും അത് എവിടെ നമ്മൾ യൂസ് ചെയ്താലും. ഇമ്പോർട്ടൻസ് ഓഫ് യൂണിക്കോഡ്, യൂണിക്കോഡിന്റെ ഇമ്പോർട്ടൻസ്. The Unicode standard provides a unique number for every character, no matter what platform, device, application or language. ഓരോ ക്യാരക്ടറിനും ഇംഗ്ലീഷ് കൂടാതെ വേൾഡിലെ ഒരുപാട് ലാംഗ്വേജ് യൂണിക്കോഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 1,00,000 ക്യാരക്ടേഴ്സ് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓരോ ക്യാരക്ടറിനും ഓരോ യുണീക്ക് ബൈനറി നമ്പർ ആയിരിക്കും. അത് ഏത് പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നു, ഏത് തരം കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നു, ഡിവൈസ് ഏത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏത് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നു, അതൊന്നും അതിന് ബാധകമല്ല. ഏത് ലാംഗ്വേജിലെ ഏത് ക്യാരക്ടർ ആണെങ്കിലും ഓരോ ക്യാരക്ടറിനും ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു നമ്പർ അവനെ കാണും. അഡോപ്റ്റഡ് ബൈ ഓൾ മോഡേൺ സോഫ്റ്റ്വെയർ പ്രൊവൈഡേഴ്സ്. ഇപ്പം നിങ്ങൾക്കറിയാം ഒരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഒക്കെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുള്ളൂ. അപ്പം പല പല കമ്പനീസാണ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. അവരെല്ലാം ഇന്ന് വേൾഡിലുള്ള മേജർ ആയിട്ടുള്ള എല്ലാ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കമ്പനീസും യൂണിക്കോഡ് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. It allows data to be transported through many different platforms, devices and applications without corruption. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡർഡൈസേഷൻ വന്നുകൊണ്ട് തന്നെ പല ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എടുത്താലും ഏത് ഡിവൈസ് എടുത്താലും ഏത് ആപ്ലിക്കേഷൻ ആയിരുന്നാലും യാതൊരു ഡേറ്റ കറപ്ഷനും ഇല്ലാതെ ഡേറ്റ പാസ് ചെയ്യാൻ പറ്റും. ഇന്ന് നമ്മൾ വ്യാപകമായിട്ട് ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ സക്സസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. Support of Unicode forms the foundation for the representation of languages and symbols in all major operating systems, search engines, browsers, laptops and smartphones, plus the internet and the World Wide Web. ഈ സെന്റൻസ് വായിച്ച് ഇത് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുള്ള മനസ്സിലാവും. ഫൗണ്ടേഷൻ ഫോർ ദി റെപ്രസെൻറ്റേഷൻ ഓഫ് ലാംഗ്വേജസ് ആൻഡ് സിംബൽസ്. ഏത് തരം ലാംഗ്വേജിനും ഏത് സിംബൽസിനും യൂസ് ചെയ്യുന്നുണ്ട്. മേജർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗൂഗിൾ പോലത്തെ ഒരുപാട് സെർച്ച് എഞ്ചിൻസ് ഉണ്ട്, അതെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാം ഒരു കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യണം, നമുക്ക് ബ്രൗസർ സോഫ്റ്റ്വെയർ വേണം. ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, ഗൂഗിൾ ക്രോം,
മോസില്ല ഫയർഫോക്സ് എടുത്ത് അതേപോലത്തെ പല ബ്രൗസർ സോഫ്റ്റ്വെയർ ഉണ്ട്, അതെല്ലാം യൂണിക്കോഡിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പല കമ്പനീസിൻ്റെ ലാപ്ടോപ്പ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതെല്ലാം മിക്കവാറും സ്മാർട്ട് മൊബൈൽ ഫോൺസ് ആണ്, അതും എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇൻ്റർനെറ്റും വേൾഡ് വൈഡ് വെബും ഉൾപ്പെടെ. എന്ന് പറഞ്ഞാൽ യൂണിക്കോഡ് ഫോർമാറ്റ് യൂസ് ചെയ്താൽ ലോകത്തിലുള്ള ഏത് കമ്പ്യൂട്ടറിലുള്ള ഡേറ്റയും ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിന് ഒരു യുണീക്ക് കോഡിംഗ് ഫോർമാറ്റ് അവിടെ ആയിരിക്കും. ലേറ്റസ്റ്റ് വെർഷൻ ഓഫ് യൂണിക്കോഡ് ഈസ് യൂണിക്കോഡ് 13. ഏറ്റവും അവസാനത്തെ ഡെവലപ്പ് ചെയ്ത വെർഷനാണ് യൂണിക്കോഡ് 13. ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു യൂണിക്കോഡ് കൺസോർഷ്യം എന്ന് പറയുന്ന ഒരു കൺസോർഷ്യമുണ്ട്. ആ കൺസോർഷ്യമാണ് യൂണിക്കോഡ് സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ലേറ്റസ്റ്റ് വെർഷൻ യൂണിക്കോഡ് 13. ഈ യൂണിക്കോഡ് 13 വന്നത് മാർച്ച് 2020. ഈ ലേറ്റസ്റ്റ് വെർഷനിൽ 1,43,859 ക്യാരക്ടേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ അപ്പം ഇത്രയും ക്യാരക്ടർ, ഈ ഓരോ ക്യാരക്ടറിനും പ്രത്യേകം ബൈനറി കോമ്പിനേഷൻ ഉണ്ട്. അപ്പം മൊത്തം 1,43,859 ക്യാരക്ടേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ആ ഓരോ ക്യാരക്ടറിനും പ്രത്യേകം ബൈനറി കോമ്പിനേഷൻ അവിടെ ഉണ്ട്. ടോട്ടൽ ഓഫ് 154 സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ 154 ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വേൾഡ് വൈഡ് ആയിട്ട് 154 ലാംഗ്വേജ് ഈ യൂണിക്കോഡ് വെർഷൻ 13 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Added support for lesser used languages and unique written requirements worldwide, including numerous symbols and additions. ഇതുകൂടാതെ അധികം വ്യാപകമായിട്ട് യൂസ് ചെയ്യാത്ത, വളരെ കുറച്ച് യൂസ് ചെയ്യുന്ന ലാംഗ്വേജസും വളരെ അപൂർവമായിട്ട് യൂസ് ചെയ്യുന്ന ന്യൂമറിക്കൽ സിംബൽസും ഒക്കെ ഉൾപ്പെടെ ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് യൂണിക്കോഡ് 13. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിക്കോഡ് ടൈപ്പിംഗ് ടൂൾ. ഒരു കമ്പ്യൂട്ടറിൽ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ടൈപ്പിംഗ് ടൂൾ ഉണ്ട്. അപ്പം അങ്ങനത്തെ ഒരു യൂണിക്കോഡ് ടൈപ്പിംഗ് ടൂളാണ് അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇതാണ് എൻ്റെ യൂണിക്കോഡ് ടൈപ്പിംഗ് ടൂളിൻ്റെ ഇൻ്റർഫേസ്. അപ്പം ഇതിനകത്ത് നമ്മൾ പല കീബോർഡ് ഫോർമാറ്റ് യൂസ് ചെയ്യാം. ഇതിനകത്ത് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഇൻസ്ക്രിപ്റ്റ് കീബോർഡ് ഫോർമാറ്റാണ്. ഇൻസ്ക്രിപ്റ്റ് കീബോർഡ് ഫോർമാറ്റ് ഉണ്ട്, ടൈപ്പ് റൈറ്റർ കീബോർഡ് ഫോർമാറ്റ് ഉണ്ട്, ഈസി ഫോണറ്റിക് കീബോർഡ്സ് ഉണ്ട് അതിൽ. പക്ഷേ മലയാളം കമ്പ്യൂട്ടിങ്ങിൽ, എസ്പെഷ്യലി മലയാളം കമ്പ്യൂട്ടിങ്ങിലൊക്കെ ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇൻസ്ക്രിപ്റ്റ് കീബോർഡ് ഫോർമാറ്റ്. അപ്പോൾ നമ്മൾ കീബോർഡ് ടൈപ്പ് ഇൻസ്ക്രിപ്റ്റിനുള്ള ചൂസ് ചെയ്തിരിക്കുന്നു. ഇനി ഇതിനകത്ത് നമുക്ക് ഇംഗ്ലീഷ് ടു മലയാളം സ്വിച്ച് ചെയ്യണമെങ്കിൽ നമുക്കൊരു സ്വിച്ചിങ് കീ വേണം. ഇതിനകത്ത് ഇപ്പം കാണിച്ചിരിക്കുന്ന സ്ക്രീനിൽ യൂണിക്കോഡ് ടൈപ്പിംഗ് ടൂളിൽ സ്ക്രോൾ ലോക്കാണ് സ്വിച്ചിങ് കീ ആയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പം സ്ക്രോൾ ലോക്ക് ഓൺ ആണെങ്കിൽ മലയാളം വരും, സ്ക്രോൾ ലോക്ക് ഓഫ് ആണെങ്കിൽ ഇംഗ്ലീഷ് വരും. ഇനി ഏത് ലാംഗ്വേജ് നമ്മൾ മലയാളം സെറ്റ് ചെയ്തിരിക്കുന്നു. അപ്പം പ്രസ് സ്ക്രോൾ ലോക്ക് ടു ടൈപ്പ് മലയാളം ലാംഗ്വേജ്. അതേപോലെ ഫോണ്ട്, മലയാളം ഫോണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ വേണം. അപ്പം ഇത് സീഡാക്ക് ഡെവലപ്പ് ചെയ്ത യൂണിക്കോഡ് ടൈപ്പിംഗ് ടൂളാണ്. ഇത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പിംഗ് ടൂളാണ്. യൂണിക്കോഡ് ഫോർമാറ്റ് ടൈപ്പ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു കോമൺ ടൈപ്പിംഗ് ടൂളാണിത്. ഇത് യൂസ് ചെയ്ത് ഇനി എങ്ങനെ നമ്മൾ മലയാളം ടൈപ്പ് ചെയ്യുന്ന നോക്കാം. ഹൗ ടു ടൈപ്പ് മലയാളം. ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞാൽ യൂണിക്കോഡ് ടൂളിൽ ലാംഗ്വേജ് സെറ്റ് ചെയ്യുക, സ്വിച്ച് കീ, സ്ക്രോൾ ലോക്ക് കീ സെറ്റ് ചെയ്യുക, കീബോർഡ് ലേഔട്ട്, ഇൻസ്ക്രിപ്റ്റ് ഒക്കെ എടുക്കുക. എന്നിട്ട് മിനിമൈസ് യൂണിക്കോഡ് ടൈപ്പിംഗ് ടൂൾ വിൻഡോ. ആ യൂണിക്കോഡ് ടൈപ്പിംഗ് ടൂൾ വിൻഡോ നമ്മൾ മിനിമൈസ് ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് ആക്ടിവേറ്റ് സ്ക്രോൾ ലോക്ക് ഇൻ കീബോർഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ ആ സ്വിച്ച് കീ ആയിട്ട് സ്ക്രോൾ ലോക്കാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്ക്രോൾ ലോക്ക് ഓൺ ആയാൽ മലയാളം വരും, സ്ക്രോൾ ലോക്ക് ഓഫ് ആയാൽ ഇംഗ്ലീഷ് വരും. അപ്പോൾ നമുക്കിപ്പോൾ മലയാളത്തിലാണ് ടൈപ്പ് ചെയ്യണമെങ്കിൽ അപ്പോൾ നമ്മൾ സ്ക്രോൾ ലോക്ക് ആക്ടിവേറ്റ് ചെയ്യണം, സ്ക്രോൾ ലോക്ക് ഓൺ ആക്കണം. ഇനി നമുക്ക് ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ വേണം. അതിലിപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വിൻഡോസ് എൻവയറമെൻറ്റിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് MS Word. അപ്പോൾ MS Wordൽ ഒരു ന്യൂ ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യുക. ഇനി ഈ MS Word സാധാരണ നമ്മൾ വിളിക്കുമ്പം അതിൽ ആദ്യം സാധാരണ വരുന്ന ഇംഗ്ലീഷ് ഫോണ്ടാണ്. പക്ഷെ നമുക്കിപ്പം മലയാളമാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഇംഗ്ലീഷ് ഫോണ്ട് മാറ്റി മലയാളം ഫോണ്ട് എടുക്കുക. അതിനർത്ഥം നമ്മളെ കമ്പ്യൂട്ടറിൽ മലയാളം ഫോണ്ട് ഉണ്ടായിരിക്കണം. അതിൽ സാധാരണ അക്ഷര കൈരളി, MLTT കാർത്തിക പോലത്തെ ഫോൺസ് ഒക്കെയാണ് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം MS Wordൽ മലയാളം ഫോണ്ട് സെറ്റ് ചെയ്യുക. ഇത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ടൈപ്പിംഗ് ഇൻ മലയാളം. നമുക്ക് നേരിട്ട് മലയാളം ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റും.
ഇങ്ങനെയാണ് ഒരു യൂണിക്കോഡ് എനേബിൾഡ് കമ്പ്യൂട്ടറിൽ നമ്മൾ മലയാളം ടൈപ്പ് ചെയ്യുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ ആസ്കിയെ പറ്റിയും പറഞ്ഞു, യൂണിക്കോഡിനെ പറ്റിയും പറഞ്ഞു. ഓക്കെ, താങ്ക് യു.